ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാലിയോബോട്ടണിയിൽ ടൈപ്സ് ഓഫ് ഫോസിൽസ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ട് മേജർ ടൈപ്സ് ഓഫ് ഫോസിൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലെ രണ്ട് ടൈപ്പാണ്, ഒന്ന് ഫോസിൽ ടെറിഡോഫൈറ്റ്സും അതേപോലെ തന്നെ ഫോസിൽ ജിംനോസ്പേംസും. ഫസ്റ്റ് ഓഫ് ഓൾ ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫോസിൽ ജിംനോസ്പേം നമുക്ക് ഒന്നേ പഠിക്കാനുള്ളൂ, വില്യംസണിയ എന്നാണ് അതിൻ്റെ പേര്. ഫോസിൽ ടെറിഡോഫൈറ്റിൽ നമുക്ക് റൈനിയ പഠിക്കാനുണ്ട്, ലെപ്പിഡോഡെൻഡ്രോൺ പഠിക്കാനുണ്ട്, കലമോസ്റ്റാക്കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലമൈറ്റ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫോസിൽ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഫോസിൽ ജിംനോസ്പേമിന് എക്സാമ്പിൾ ഏതാ, ഫോസിൽ ടെറിഡോഫൈറ്റിന് എക്സാമ്പിൾ ഏതാ. അപ്പോൾ ഒന്ന് മനസ്സിരുത്തി നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഫോസിൽ ടെറിഡോഫൈറ്റ്സ്. ഫസ്റ്റ് റൈനിയ. Rhynia, which is a fossil pteridophyte, which was described by Kidston and Long, 1971. Okay, from where it got its name? That is the next section. It is actually which was discovered from a Rhynia Valley, a valley of Scotland, which is called as Rhynia, from where we got this, from where Kidston and Long got this fossil pteridophyte. So the Rhynia, the name is got from Rhynia Valley of Scotland. So you can see two types of species under this Rhynia genus. They are Rhynia major and Rhynia guinevogani. Okay, so only two species under this genus. As the name indicates, major is the major one here and guinevogani is little below this major one. Okay, coming to the structure of organization of or the structure of Rhynia. So before that, റൈനിയനെ പറയുന്നതിന് മുന്നേ നമ്മൾ ടെറിഡോഫൈറ്റിലെ സൈലോട്ടത്തിനെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. സൈലോട്ടത്തിൻ്റെ സ്ട്രക്ചറുമായിട്ട് ഏകദേശം സിമിലാരിറ്റി ഉണ്ട്, എക്സെപ്റ്റ് അറ്റ് ദെയർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ബട്ട് ഓൾ അതർ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഏകദേശം സിമിലറാണ്. ഓക്കെ, ഇപ്പോൾ സ്പോറോഫൈറ്റ് ആണ് ബോഡി. ആസ് ദിസ് പ്ലാന്റ് ബിലോങ്സ് ടു ടെറിഡോഫൈറ്റ്, ദെയർ പ്ലാന്റ് ബോഡി എങ്ങനെയാണ്? ഗാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? ഇറ്റ്സ് സ്പോറോഫൈറ്റിക് അല്ലേ, സ്പോറോഫൈറ്റിക് ആണ്. സോ റൈനിയ മേജർ എന്ന് പറയുന്നത് വിച്ച് മേ അറ്റൈൻ അപ് ടു 50 സെൻറ്റിമീറ്റർ, ബട്ട് റൈനിയ ഗുയിൻവോഗാനി വിൽ അറ്റൈൻ ഓൺലി അപ് ടു 20 സെൻറ്റിമീറ്റർ, only 20 centimeter. Okay, so this is the structure of the sporophyte. You can see a subterranean rhizomatous area, rhizomatous portion. From this rhizomatous portion arises the aerial part which may be branched. Okay, at the point of aerial part arising at this, from this area you can see a tuft of rhizoids. Roots are absent in this group. So here the function of the root is done by a specialized structure which is known as rhizoids. So sporophytic plant body can be classified into rhizoids, rhizome and aerial part. Aerial part എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആണ്, ബ്രാഞ്ച്ഡ് ആണ്, ലീഫ്ലെസ് ആണ്. യു കെ നോട്ട് സീ ലീഫ്, സോ ലീഫ്ലെസ് ആണ്. ആൻഡ് at their lower end or rhizomatous end you can see their anchorage structure which is known as rhizoids. At their aerial part, some of the branches may terminate into their reproductive structure. എല്ലാ ബ്രാഞ്ചിലും reproductive structure ആണെന്ന് വിചാരിക്കേണ്ട ഈ ചിത്രം കണ്ടിട്ട്. Some of the branches may end in their reproductive structure. So this is their structure. So this branch can be called as
fertile branch as it ends in reproductive structure. This branch can be called as sterile branch, which will not terminate in the reproductive structure. Okay, so next is Rhynia guainvaugani. What is the peculiarity of this rhizomatous and aerial part of guainvaugani? It is that their rhizome and aerial പാർട്ടിലുള്ള ബ്രാഞ്ചിനും റൈസോമിനൊക്കെ ചില ഏരിയകളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മുമായിട്ടുള്ള കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ പാർട്ടിന് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് സ്ട്രക്ചർ ഒരു ഒപ്പീനിയനാണ്. നമുക്ക് ഫോസിൽ ആയതുകൊണ്ട് തന്നെ ഒക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പാർട്ടുകളൊക്കെ ഡീഗ്രേഡ് ചെയ്ത് ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ പ്രശ്നമായിട്ടായി കാരണം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് ദേ കൺസിഡേർഡ് ദിസ് ലാറ്ററൽ ബ്രാഞ്ചസ്, ഏരിയൽ പാർട്സ്, റൈസോം എക്സെട്ര വിത്തൗട്ട് പ്രോപ്പർ കണക്ഷൻ വിത്ത് ദ മെയിൻ പാർട്ട് ആർ കൺസിഡേർഡ് ടു ബി എന്താണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്തത്. കാരണം ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഇതുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് പോകുമ്പോൾ അതൊരു റീപ്രൊഡക്റ്റീവ് പാർട്ട് പോലെ ആക്ട് ചെയ്യുന്നതാവാം എന്നാണ് ചില സയൻറ്റിസ്റ്റുമാരുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, സ്പൊറാഞ്ചിയ എന്ന് പറയുന്ന സ്ട്രക്ചർ, സ്പൊറാഞ്ചിയ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇത്രയാണ് നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇൻറ്റേർണൽ അനാട്ടമി ഓഫ് സ്റ്റെം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയൽ പാർട്ടിലെ സ്റ്റെമ്മിൻ്റെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. It is divided into epidermis, cortex and central cylinder. എപ്പിഡെർമിസ് ആണ് ഇവിടെ ഏറ്റവും പുറമേ വരച്ചിരിക്കുന്നത്. അതിനൊരു ക്യൂട്ടിക്കിൾ ഉണ്ട്, തിക്കായിട്ടുള്ള ഒരു ക്യൂട്ടിക്കിൾ ഉണ്ട് ഇതിൻ്റെ പുറമേ. ഓക്കെ, തിക്ക് ക്യൂട്ടിക്കിൾ ഉണ്ട്, വിച്ച് ഇസ് ഇന്ററപ്റ്റഡ് ബൈ സ്റ്റൊമാറ്റ. എപ്പിഡെർമിസ് ഇസ് ഇന്ററപ്റ്റഡ് ബൈ സ്റ്റൊമാറ്റ. പിന്നെ സ്റ്റൊമാറ്റയ്ക്ക് സബ്സിഡിയറി സെൽസ് ഉണ്ടാകും. ജസ്റ്റ് ബിലോ ദിസ് സ്റ്റൊമാറ്റ ഇങ്ങനത്തെ ഒരു സ്പേസ് പോലത്തെ ഒരു സ്പേസ് കാണാൻ പറ്റും. സബ്സ്റ്റൊമാറ്റൽ ചാമ്പർ എന്ന് പറയാൻ പറ്റും അതിനെ. ഇത്രയാണ് എപ്പിഡെർമിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എപ്പിഡെർമിസ് എങ്ങനെയാണ്? യൂണിസീരിയേറ്റ് ആയിട്ടുള്ള ലെയേഴ്സാണ്, വിച്ച് ഇസ് ഇന്ററപ്റ്റഡ് ബൈ സ്റ്റൊമാറ്റ. ദെൻ the next part is the cortex, which is the broader one, which is differentiated into two zones. They are outer cortex with polygonal parenchyma and inner cortex with large parenchyma cells with large intercellular space and this represents ഈ ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ഉള്ളത് നമ്മൾ ഏതിനാണ് കണ്ടിട്ടുള്ളത്? മീസോഫിൽ ടിഷ്യൂലെ പാലിസൈഡ് സ്പോഞ്ചിയിലെ സ്പോഞ്ചി എങ്ങനെയാണ് അടയാളപ്പെടുത്താറ്? നമ്മളിങ്ങനെ വിത്ത് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ആയിട്ടാണ് അടയാളപ്പെടുത്താറ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആസ് ദിസ് കോർട്ടെക്സ് is similar to the spongy cells, the arrangement of the cortical cells are similar to the mesophil spongy cells. They are considered to be ചിലപ്പോൾ ഡീജനറേറ്റ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ക്ലോറോഫിൽസ് ഒക്കെ പോയി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പാർട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്റ്റെമ്മിന് ഫോട്ടോസിന്തറ്റിക് ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, യൂഷ്വലി യു ക്യാൻ സീ അറ്റ് ദ കോർട്ടിക്കൽ റീജിയൻ they are peculiar in having the presence of fungal tissues ഉണ്ട്, ഫംഗൽ അസോസിയേഷൻസ് കാണിക്കാറുണ്ട് കോർട്ടിക്കൽ പാർട്ടിൽ നിന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ല, സൈലോട്ടത്തിനകത്ത് പഠിച്ചിട്ടില്ല. പക്ഷേ പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമിയൊക്കെ സംവാട്ട് സ്റ്റെമ്മിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമി സംവാട്ട് സിമിലർ ആണ്. സ്റ്റീലിൻ്റെ ഒരു സംഭവങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ദെൻ ദ നെക്സ്റ്റ് പാർട്ട്, ഇപ്പോൾ കോർട്ടെക്സ് കഴിഞ്ഞു, ഔട്ടർ കോർട്ടെക്സ് കഴിഞ്ഞു, ഇന്നർ കോർട്ടെക്സ് കഴിഞ്ഞു. ഇനി എൻഡോഡെർമിസും പെരിസൈക്കിളും ഇല്ല. പിന്നെ ഒരു സെൻട്രൽ കോർ ഓഫ് സൈലം ഉണ്ട്, വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം. Pith is absent, so the condition is a protostele. What is a protostele? Central core of xylem which is surrounded by thin phloem. Okay, അതാണ് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. എൻഡോഡെർമിസും പെരിസൈക്കിളും ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻറ്റേർണൽ അനാട്ടമി ഓഫ് സ്റ്റെമ്മിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ദെയർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സ്പൊറാഞ്ചിയ. അപ്പോൾ ഈ സ്പൊറാഞ്ചിയയുടെ അൾട്രാ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ many layers can be seen. The outermost layer which represents the jacket, which is the sterile protective covering of the sporangia.
Inner to this jacket is the tapetal layer, which may be the nutritious layer. എന്താണ് ടപ്പീറ്റത്തിന് ന്യൂട്രീഷണൽ ലെയർ എന്ന് പറയാൻ കാരണം? ന്യൂട്രീഷൻ എന്ത് ചെയ്യുന്നു? പാസ് ത്രൂ ദിസ് ടപ്പീറ്റൽ മെമ്പറൈൻ. അല്ലാതെ ടപ്പീറ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് വേണ്ട. ടപ്പീറ്റത്തിലൂടെ പാസ് ചെയ്ത് കടന്നു പോകുന്നത് കൊണ്ട് പറയുന്നു എന്നുള്ളൂ കേട്ടോ. ടപ്പീറ്റൽ ലെയേഴ്സ്. ദെൻ ഇൻസൈഡ് യു ക്യാൻ സി സ്പോർസ്, യൂണിന്യൂക്ലിയേറ്റഡ് സ്പോർസ്. സ്പോർ ടെട്രാഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ദേ ആർ ദ പ്രോഡക്റ്റ് ഓഫ് മെയോസിസ്. സോ സ്പോർസ് എന്ന് പറയുന്നത് all spores are alike and the condition is known as homosporous. Homosporous condition ആയിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് സ്പൊറാഞ്ചിയയുടെ ഒരു ഡയമെൻഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇൻ റൈനിയ മേജർ their length will be 12 millimeter and their width will be 4 millimeter. Okay, so how spores will liberate? There is no special mechanism found in this group. It is by means of sporangial breakage. Sporangia break ചെയ്യും and homosporous അല്ലെങ്കിൽ യൂണിന്യൂക്ലിയേറ്റഡ് സ്പോർസ് വിൽ ലിബറേറ്റ്. ഓക്കെ, ഇത്രയാണ് സ്പൊറാഞ്ചിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ സ്പോറോഫൈറ്റിനെ കുറിച്ചിട്ട് പഠിച്ചു. നെക്സ്റ്റ് ജനറേഷൻ എന്താ? ഗ്യാമറ്റോഫൈറ്റിക് ജനറേഷൻ ആണ് അല്ലേ, ടെറിഡോഫൈറ്റിൻ്റെ കേസിൽ. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിന് ശരിക്കും ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ല. സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള ഈ പ്ലാന്റ് ബോഡീനെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റിൻ്റെ ഇടയിൽ ദർ ഈസ് ഡിഫറെൻ്റ് ഒപ്പീനിയൻ അബൌട്ട് ദി ഗ്യാമറ്റോഫൈറ്റ് ഓഫ് റൈനിയ. സോ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ആക്സസ് ഓഫ് ദി സ്പോറോഫൈറ്റിൻ്റെ ആക്സസുകൾ ആണ് ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് ചില സയൻറ്റിസ്റ്റുമാർ പറഞ്ഞത്. പക്ഷേ സ്പോൺ ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്തു ബൈ സെയിങ് ദാറ്റ് ഇഫ് ആക്സസ് റെപ്രസെൻറ്റ്സ് gametophyte of the or the next generation of Rhynia, then it must have Anthridia or Oogonia. ആക്സസ് ഗ്യാമറ്റോഫൈറ്റ് ആണെന്ന് പറയാം. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാമേറ്റ് ബിയറിംഗ് പാർട്ട്. ഗ്യാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ത്രിഡിയ ഊഗോണിയ. അപ്പോൾ ആന്ത്രിഡിയോ ഊഗോണിയോ ഉള്ള ആക്സസിനെ എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? ആസ് ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദിസ് സ്പോറോഫൈറ്റിക് ആക്സസ് ലാക്സ് or it is absent in this Anthridia. Both Anthridia and Oogonia are absent in this sporophytic axis, so it cannot be considered as a gametophyte. So first view and contradictory ആണ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ വ്യൂ പ്രകാരം cavities of rhizome, റൈസോമിൻ്റെ ഇൻറ്റേർണൽ അനാട്ടമി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ certain cavities and this cavities may represents the gametophyte. കാരണം ക്യാവിറ്റീസ് നമ്മൾ റിക്സിയുടെ ഒക്കെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മറ്റേ ഫോട്ടോസിന്തറ്റിക് സോണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാവിറ്റിയിലാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലത്തെ അല്ലെങ്കിലും റൈസോമിൻ്റെ അനാട്ടമി എടുത്ത് നോക്കുമ്പോൾ സെർട്ടൈൻ ക്യാവിറ്റീസ് ക്യാൻ ബി സീൻ ആൻഡ് ദിസ് മേ ബി ഇവിടെ ചിലപ്പോൾ ഈ ക്യാവിറ്റിയിൽ ആന്ത്രിഡിയോ ഊഗോണിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഡീജനറേറ്റ് ചെയ്തത് നമുക്ക് ഫോസിലൈസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ക്യാവിറ്റീസ് ഓൺ റൈസോം ഓൺ ദി സെക്ഷൻസ് ഓഫ് റൈസോം മേ റെപ്രസെൻറ്റ്സ് ദ ഗ്യാമറ്റോഫൈറ്റ്, ഡീജനറേറ്റീവ് ഗ്യാമറ്റോഫൈറ്റിക് ആയിട്ടുള്ള പാർട്ടാണെന്നാണ് ചിലവർ പറഞ്ഞത്. ഓക്കെ, അതിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. മൂന്നാമത്തെ ഒപ്പീനിയൻ പ്രകാരം, ഈ ഒപ്പീനിയൻ മെർക്കറിൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. മൂന്നാമത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് റൈനിയ മേജർ എന്ന് പറയുന്നത് ആക്ച്വലി സ്പോറോഫൈറ്റിക് ഫേസ് ആയിട്ട് ചിലവർ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഗൗയിൻ വൗഗാനി എന്ന് പറഞ്ഞാൽ ആ സ്മോളർ വണ്ണില്ലേ, അതാണ് ഇത്രയും ഗ്യാമറ്റോഫൈറ്റ്. ചിലവരുടെ ഒപ്പീനിയൻ അങ്ങനെയാണ്. അപ്പോൾ എന്ത് ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിലും പറയാം. കാരണം ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ആന്ത്രിഡിയോ ഊഗോണിയോ കിട്ടാത്തത് കൊണ്ട് എല്ലാ ഒപ്പീനിയൻസിനെയും കൺസിഡർ ചെയ്യാം, കൺസിഡർ ചെയ്യാതിരിക്കാം. ബട്ട് നമ്മളോട് ഒരു ഗ്യാമറ്റോഫൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ദർ ഈസ് നോ എവിഡൻറ്റ് റിപ്പോർട്ട് അബൌട്ട് ഗ്യാമറ്റോഫൈറ്റ്. ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ് ഹാവ് എന്തുണ്ട്? ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉണ്ട്. വൺ ഓഫ് സച്ച് എന്ന് പറഞ്ഞിട്ട് സ്പോറോഫൈറ്റിക് ആക്സസ് പറയാം, രണ്ടാമത്തത് ക്യാവിറ്റീസ് ഓഫ് റൈസോംസ് പറയാം, ആൻഡ് മേജർ ആസ് സ്പോറോഫൈറ്റിക് ആൻഡ് ഗോയിൻ വോഗാനി ആസ് ഗ്യാമറ്റോഫൈറ്റിക്. ഇത്രയാണ് നമുക്ക്
ഫോസിൽ ടെറിഡോഫൈറ്റിലെ റൈനിയനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഞാൻ വിട്ടുപോയൊരു സംഭവമാണ്. സബ് ഡിവിഷൻ സിസ്റ്റമാറ്റിക് പൊസിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സബ് ഡിവിഷൻ സൈലോഫൈറ്റോപ്സിഡ, ഓർഡർ സൈലോഫൈറ്റേൽസ്, ഫാമിലി സൈലോഫൈറ്റേസി. അപ്പോൾ ഇത്രയാണ് നമുക്ക് റൈനിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ചിലപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് റൈനിയനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഇത്രയും നന്നായിട്ട് എഴുതുക, വരയ്ക്കുക.